പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. നമുക്ക് ഇട്ടശ്ശേരിയുടെ കൊച്ചനുജൻ എന്ന കവിത ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായി മാഷ് ഒരു കൊച്ചു കവിത ചൊല്ലിത്തരാം. ഇട്ടശ്ശേരിയുടേതല്ല, മാഷ് തന്നെ രചിച്ചതാണ്. കൊയ്ത്ത് എന്നാണ് കവിതയുടെ തലക്കെട്ട്. അത്തിമരത്തിൻ പൊത്തിലിരുന്നൊരു തത്ത ചിലയ്ക്കുന്നു, തത്തി തത്തി നടക്കാൻ കൊതി വേണ്ടമ്മ വിലക്കുന്നു. ചെറുതാണേ നിൻ കാലുകൾ ചിറകും കതിർ കൊത്തും ചുണ്ടും, വലുതാകുന്നൊരു നാൾ വരുമന്നി വിണ്ണിൽ നീ എത്തും, മണ്ണിൽ കതിരുകൾ നീ കൊയ്യും. ഇനി നമുക്ക് ഇടശ്ശേരിയിലേക്ക് വരാം. ആദ്യം കുട്ടികൾ കവിതയൊന്ന് വായിക്കും, മൗനമായി. ഇനി കവിതയിൽ നിങ്ങൾക്കറിയാത്ത വാക്കുകൾ ഒന്ന് കുറിച്ചു വയ്ക്കുക. എന്നിട്ട് പാഠഭാഗത്തിൻ്റെ പിറകുവശത്ത് അവയ്ക്കുള്ള അർത്ഥം എഴുതി വച്ചിട്ടുണ്ട്. ആ നിഘണ്ടു നോക്കിയിട്ട് അർത്ഥം കുറിച്ചെടുക്കുക. അക്ഷരമാലാക്രമത്തിൽ അവയെ ക്രമീകരിക്കുക. ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. നിങ്ങൾക്കറിയാമല്ലോ കവിതയുടെ തലക്കെട്ട് എന്താണ്? കൊച്ചനുജൻ. അപ്പോൾ മാഷ് ചോദിക്കട്ടെ, ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അതെ, ഒരാൾ കൊച്ചനുജൻ തന്നെ. അടുത്തയാൾ ശരിയാ, ചേച്ചി. അപ്പോൾ ഒരു കാര്യം വ്യക്തം, ഒരു ചേച്ചിയും അനുജനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് ഈ കവിത പറയുന്നത്, അല്ലേ? നിങ്ങൾക്കും ചേച്ചിമാരുണ്ടല്ലോ, അല്ലേ? നിങ്ങൾക്കും ചേച്ചിമാരുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചേച്ചിയിൽ നിന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മ വെച്ചത് മുതൽ എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ആർക്കൊക്കെ അതൊന്ന് പങ്കുവെക്കാൻ കഴിയും? നിങ്ങൾ ആവശ്യമെങ്കിൽ ഒന്ന് കുറിച്ചു വെച്ച് അവതരിപ്പിച്ചാൽ മതി. ശരി. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ കൊച്ചനുജന് ചേച്ചിയിൽ നിന്ന് എന്തെല്ലാം, നിങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള എന്തെല്ലാം അനുഭവങ്ങൾ കൊച്ചനുജന് ലഭിച്ചിട്ടുണ്ട്? കവിതയൊന്ന് നോക്കൂ, ഒന്ന് നോക്കൂ, പരിശോധിച്ചു നോക്കൂ. ഒന്നൊന്നായി നമുക്ക് പരിശോധിക്കാം. ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണല്ലോ: ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളേ. ഒരു പാവയിൽ നിന്നാണ് തുടങ്ങുന്നത്, അല്ലേ? കളിക്കാൻ ഉപയോഗിച്ച പാവ. അപ്പം അവര് പരസ്പരം കളിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ മറ്റൊരു വരിയിൽ പറയുന്നുണ്ട്, മയിൽപ്പീലി തുണ്ടുകൾ, മയിൽപ്പീലി കൊണ്ട് അവര് കളിച്ചിട്ടുണ്ടാകാം. പിന്നെ മറ്റൊരു വരിയിൽ പറയുന്നുണ്ട്, എന്താണ്? ഇന്നലെ തെക്കേപ്പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ. കുന്നിക്കുരു പെറുക്കാൻ പോയിട്ടുണ്ട്.
ചേച്ചിയും അനിയനുമൊത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി കവിതയുടെ അവസാനം പറയുന്നുണ്ട് എന്ത്? ചേച്ചിയാണ് അവനെ ഞാനിനി താനേ കുളിച്ചു കൊള്ളാം, ഞാനിനി താനേ കിടന്നുറങ്ങാം. അപ്പൊ അവനെ കുളിപ്പിക്കുന്നതും അവനെ കുളിപ്പിക്കുന്നത് ചേച്ചിയാണ്, അവൻ കിടന്നുറങ്ങുന്നത് ചേച്ചിയുടെ അരികിലാണ്. അപ്പൊ എന്തൊക്കെ അനുഭവങ്ങളാണ് ആ കൊച്ചുകുട്ടിക്ക് ചേച്ചി പകർന്നിട്ടുള്ളത് അല്ലേ? ഇങ്ങനെയുള്ള ചേച്ചിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചതായി കൊച്ചനുജൻ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് ചേച്ചിയിൽ കണ്ടെത്തിയിട്ടുള്ളത്? കവിതയിൽ പറയുന്നുണ്ട്, ആദ്യം തൊട്ടേ അത് പറയുന്നുണ്ട്. എന്താണ്? ചേതന പോലവേ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ, ചേരാണ്ടൊരെന്റെ കൈ തൊട്ടുപോയാൽ ഒട്ടു ഛേദം വരുമെന്ന് ചൊന്നതല്ലേ. ചേച്ചി എന്താ ചെയ്യുന്നത്? എന്തിനേ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരയിൽ കൊണ്ടുവച്ചു, നിത്യം വരുന്ന മയിൽപ്പീലി തുണ്ടുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. പാവയും പുസ്തകങ്ങളും മറച്ചു വെക്കാതെ മയിൽപ്പീലി തുണ്ടും, അതങ്ങനെയാണ്, കാണാതെ സൂക്ഷിച്ചു വെക്കും മയിൽപ്പീലി തുണ്ട്. പക്ഷെ അത് ഇപ്രാവശ്യം മറച്ചു വെച്ചിട്ടില്ല. അതൊക്കെ ചേച്ചി എന്ത് ചെയ്തിട്ടുണ്ട്? കൊച്ചനുജന്റെ മുറിയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയ മാറ്റങ്ങൾ ചേച്ചിയുടെ പെരുമാറ്റത്തിൽ കൊച്ചനുജൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ മറ്റൊന്ന് നിരീക്ഷിക്കുന്നത്, മറ്റൊന്ന് കാണുന്നത്. അതെന്തായിരിക്കാം? അതെന്താണ്? അത് പറയുന്നൊരു വരിയുണ്ട് അവിടെ. ചേച്ചിക്കെന്തോ വിഷമമുണ്ട് എന്ന് കൊച്ചനുജൻ മനസ്സിലാക്കിയ 2 വരിയുണ്ട് അവിടെ. അതെന്താണ്? ഒന്ന് പരിശോധിച്ച് നോക്കൂ. ഉണ്ട്, ആ ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്. അതൊന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ്? നീ എന്താണിങ്ങനെ മൂകയാകാൻ, നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ. അല്ലേ? ചേച്ചിയുടെ മുഖത്ത് എന്തോ ഒരു ഭാവമാറ്റമുണ്ട്. ചേച്ചി ആകെ മൂകയായിരിക്കുന്നു. എന്താ മൂക എന്ന് പറഞ്ഞാൽ? നിശബ്ദയായിരിക്കും. മാത്രമല്ല ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. എന്താണിങ്ങനെ നിറയാൻ? എന്താണിങ്ങനെ മൂകയാവാൻ? തൊട്ടടുത്ത വരി ഒന്ന് പരിശോധിച്ച് നോക്കൂ. അത് യഥാർത്ഥത്തിൽ കൊച്ചനുജൻ പറയുന്നതല്ല. അവിടെ ഒരു കവി ഹൃദയമുണ്ട്. എന്താണ് ആ വരി? ഇങ്ങനെ ഇങ്ങനെ ആകിലേ നല്ലുവെന്നും പറഞ്ഞുവോ നിന്നോടമ്മ. എന്താണ്? പൊതുവെ പെൺകുട്ടികളോട് മുതിർന്നവർക്കൊരു സംസാരമുണ്ട്. അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല, അടക്കവും ഒതുക്കമൊക്കെ വേണ്ടേ, മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതല്ലേ, ഇങ്ങനെ പെൺകുട്ടികൾക്ക് പിന്നാലെ നടന്ന് ഉപദേശിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതാണ് കവി അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ പറഞ്ഞ് ഉണ്ടാക്കിയ ആ ചിട്ട, ആ ചട്ടക്കൂടിൽ നിൽക്കുന്നത് കൊണ്ടാണോ അവിടെ കവിയുടെ സാമൂഹ്യ വിമർശനമാണ് കാണുന്നത്? പെൺകുട്ടികളോട് മാത്രം കാണിക്കുന്ന ഈ ഒരു മാതാപിതാക്കളുടെ കരുതലാണോ അതോ വിവേചനമാണോ എന്നൊന്നും പറയാൻ വയ്യ. അത്തരമുള്ളൊരു സമീപനത്തെയാണ് കവി അവിടെ വിവരിച്ചു വച്ചിട്ടുള്ളത്. അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഒതുങ്ങി മുഖയായി നിൽക്കുന്നത്? എന്നാൽ അതല്ലെന്ന് കൊച്ചനുജന് മനസ്സിലാകുന്നു. അത് മനസ്സിലാക്കി തരുന്ന ഒരു 2 വരി അവിടെയുണ്ട്. ഇതൊന്നുമല്ല പ്രശ്നം, മറ്റെന്തോ ആണ്. എന്താണത്? ഏതാണ് ആ വരി? നോക്കൂ, തൊട്ടു താഴെ കാണാലോ, പരിശോധിച്ച് നോക്കൂ. അത് തന്നെ. ഇന്നലെ
തെക്കേപ്പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിലപ്പോഴൊരീശൻ താനെന്താവോ അമ്മ വിളിച്ചതു നിന്നെ മാത്രം. എന്താണ്? ഇന്നലെ അവർ രണ്ടുപേരും കുന്നിക്കുരു പെറുക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അമ്മ ആരെ വിളിച്ചത്? ചേച്ചിയെ വിളിച്ചത്. എങ്ങനെയാണ്? ചേച്ചിയെ മാത്രം വിളിച്ചു എന്നാണ്. സാധാരണ അങ്ങനെയല്ല, കുട്ടികളെ വരൂ എന്നാണ് അമ്മ വിളിക്കാറ്. ഇന്ന് അമ്മ ചേച്ചിയെ മാത്രമാണ് വിളിച്ചത്. അപ്പോൾ കൊച്ചനുജന് എന്തോ ഒരു പന്തിക എടുത്തു. ചേച്ചി പോയി. ചേച്ചിക്ക് പിന്നാലെ ആരും പോയി? കൊച്ചനുജനും പോയി. അപ്പൊ അവിടെ എന്താണ് കണ്ടത്? മരത്തിണ്ണയിൽ വന്നിരുന്നു നമ്മൾ അറിയാത്തൊരേറെ ആൾക്കാർ. ചെന്നപ്പോൾ എന്താണ് കാഴ്ച? മരത്തിണ്ണയില് കൊച്ചനുജന് അറിയാത്ത കുറേ ആളുകൾ, അപരിചിതരായ കുറേ ആളുകൾ. അതിലൊരാൾ അവന്റെ നേർക്ക് നോക്കി ചിരിച്ചു എന്നവൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ അവന് തോന്നിയത്? ദേഷ്യമാണ്. ഇവിടെ ഒരു 2 വരിയുണ്ട്. ഇടശ്ശേരി ഒരു 2 വരി അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ആളുകൾ അറിയാത്ത കുറച്ച് ആളുകൾ അവിടെ വന്നിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഇടശ്ശേരി 2 വരി എഴുതി വെച്ചിട്ടുണ്ട്. എന്താണത്? ഒന്ന് നോക്കൂ. കൺമതിലിന്മേൽ കളം നിറഞ്ഞോരു നാൾ അമ്പലപ്രാവുകളെന്ന പോലെ. അവിടെ ചിലർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വന്നിട്ടുള്ളവർ എങ്ങനെയാണെന്നാണ് കവി പറയുന്നത്. കൺമതിലിന്മേൽ കളം നിറഞ്ഞോരു നാൾ അമ്പലപ്രാവുകളെന്ന പോലെ. ഇവരെങ്ങനെയാണെന്നാ പറയുന്നത്? കന്മതിലിന്മേൽ കളം നിറഞ്ഞു ഒരു നാൾ അമ്പലപ്രാവുകൾ എന്ന പോലെ. ഏതുപോലെയാണ് ഈ ആളുകൾ എന്നാണ് പറയുന്നത്? കളം എന്താണെന്നറിയോ കുട്ടികൾക്ക്? ധാന്യമൊക്കെ ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണ് കളം. നെല്ല് ഒക്കെ അടിച്ച് കൊഴിച്ച് തയ്യാറാക്കി വെക്കുന്ന സ്ഥലമാണ് കളം. ഇത്തരത്തിൽ ധാന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കളത്തിന്റെ മതില്, അതിനൊരു ചുറ്റുമതിലോ കെട്ടിയിട്ടുണ്ടാവും. ആ മതിലിന് ചുറ്റും ധാന്യമണികൾ കൊത്തിയെടുക്കാൻ വരുന്ന അമ്പലപ്രാവുകളെ പോലെയാണ് ആര്? ഈ വന്നവരെന്നാൽ. എന്തിനാണ് അവർ വന്നിട്ടുള്ളത്? അപരിചിതരാണ്. അവരാരെയോ കാണാൻ വന്നതാണ്. ആരെ കാണാനാണ് വന്നിട്ടുള്ളത്? അതെ, ചേച്ചിയെ കാണാനായിരിക്കും. അതുകൊണ്ടാണല്ലോ ചേച്ചി പോയത്. ഈ വിവരമൊന്നും കൊച്ചനുജന് മനസ്സിലായിട്ടില്ല. ഇതിനാണ് അവർ വന്നതെന്നൊന്നും കൊച്ചനുജന് മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകും എന്തിനാണ്. ചേച്ചിയെ വിവാഹാലോചനയ്ക്കാണ് അവർ വന്നിട്ടുള്ളത്. ആ ആലോചനയ്ക്ക് വന്നവരെ എന്തുമായിട്ടാണ് ഇടശ്ശേരി ഉപമിച്ചിട്ടുള്ളത്? നിറഞ്ഞ കളത്തിൽ ധാന്യമണി കൊത്താനെത്തുന്ന പ്രാക്കളെപ്പോലെയാണെന്ന്. ഇത് ഇടശ്ശേരിയുടെ ഒരു സാമൂഹ്യ വിമർശനമാണ്. ഇടയ്ക്കിടയ്ക്ക് കവി ഇത്തരത്തിൽ തൻ്റെ മനോഗതം പ്രകടിപ്പിക്കും, ആത്മഗതം പ്രകടിപ്പിക്കും. അത് ഇതിനു മുമ്പ് നാം കണ്ടു. ഇങ്ങനെ അകലെ നല്ലുവെന്ന് എന്നും കലമ്പിയോ നിന്നോടമ്മ. അതുപോലെ സാമൂഹ്യ വിമർശനമാണ്. കവി മനസ്സാണത്. കൊച്ചനുജനിലൂടെ പറയുന്നു എന്ന് മാത്രം. അപ്പോ എവിടെയെങ്കിലും പ്രായമായ പെൺകുട്ടികളുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെ പ്രായം തികഞ്ഞ കുട്ടികൾ ഉണ്ട് എന്നറിയുന്നതോടെ അവരെ കൊത്തിക്കൊണ്ടുപോകാനെത്തുന്ന ആളുകൾ, അവരെ അമ്പലപ്രാവുകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അങ്ങനെ അന്ന് അവരെല്ലാം പിരിഞ്ഞുപോയി.
പിരിഞ്ഞു പോയതിനു ശേഷമുള്ള ഒരു സന്ദർഭം നോക്കൂ. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ. ഈ രണ്ട് വരി കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോ. ആളൊഴിഞ്ഞന്തി വിളക്കുവച്ചു ബാലപാഠം ഞാൻ ഉരുവിടുമ്പോൾ. ആളൊഴിഞ്ഞ അന്തി വിളക്ക് വെച്ചു. ഏതാണ് ഈ സന്ദർഭം? ഇപ്പോൾ സമയം ഏതാണ്ട് എത്രയായി കാണും? ആളുകളൊക്കെ പിരിഞ്ഞു പോയി. ഇപ്പം എന്താണ് സമയം? അതെ, അന്തിയാണ്. അന്തിക്ക് എന്ത് സംഭവിച്ചു? വിളക്ക് വെച്ചു. സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചനുജൻ എന്താണ് ചെയ്യുന്നത്? അവനവൻ്റെ ബാലപാഠങ്ങൾ ചൊല്ലുകയാണ്. നമഃശിവായ നാമം ജപിക്കുകയായിരിക്കാം. അവന് ഈ ബാലപാഠങ്ങൾ ഉരുവിടുമ്പോൾ ആരെയും കാണാനില്ല. എല്ലാവരും എവിടെയാണ്? വടക്കിനി മൂലയിൽ ഒരു നാട്ടുകൂട്ടത്തെ കണ്ടു എന്ന്. അവിടെ നിന്ന് എന്താണ്? ചില തേങ്ങലുകൾ കേൾക്കുന്നുണ്ട്, ചിരി കേൾക്കുന്നുണ്ട്. ആരായിരിക്കാം തേങ്ങുന്നത്? ചേച്ചിയാകാം, അല്ലേ? അപ്പൊ ഇവിടെ അന്തി വിളക്ക് വെച്ചു എന്നാണ്. ഈ വരികൾ കുട്ടികളൊന്ന് പരിശോധിച്ചു. ഈ വരിക്കൊരു പ്രത്യേകതയുണ്ട്. ആളൊഴിഞ്ഞ അന്തി. ഈ വരി നിങ്ങളൊന്ന് മുറിച്ചു ചൊല്ലി നോക്കൂ. അന്തി വിളക്ക് വെച്ചു. അപ്പോൾ അവിടെ ആരാണ് വിളക്ക് വയ്ക്കുന്നത്? സന്ധ്യാസമയമായി എന്നാണ്. അന്തിക്കുള്ള വിളക്ക് വെച്ചു, ദീപം കൊളുത്തി വെച്ചു എന്ന് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഈ വരിയൊന്ന് മുറിച്ചാൽ എന്താണ് സ്ഥിതി? ആളൊഴിഞ്ഞന്തി വിളക്ക് വച്ചു. അവിടെ വിളക്ക് വയ്ക്കുന്നത് ആരാണ്? അന്തിയാണ്. അന്തിയാണ് വിളക്ക് വയ്ക്കുന്നത്, അമ്മയല്ല. ഒരു വാക്കിന് തന്നെ രണ്ടർത്ഥമാണ് കവി അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. സന്ധ്യാസമയത്ത് ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുന്നതായിരിക്കാം. അന്തി വിളക്ക് വെച്ചു എന്നാണ്. അന്തി അവിടെ വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ എൻ്റെ ബാലപാഠം ഉരുവിട്ടു എന്നാണ്. ഒരു വാക്കിൽ തന്നെ രണ്ടർത്ഥം ഉപയോഗിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതി കവിതയിലുണ്ട്. അതാണ് കവി അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ കവിതയുടെ കാവ്യഭംഗി വർദ്ധിപ്പിക്കാൻ കവികൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. ആ വരികൾ കവിതയുടെ ഭംഗിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കവിതയുടെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പരിശോധിക്കാം. കുട്ടികൾ, നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെങ്കിൽ, ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കുറിച്ചു വയ്ക്കുക. ഞാൻ മറുപടി തരുന്നതായിരിക്കും. കമൻറ്റ് ബോക്സിൽ കുറിച്ചാൽ മതി. ഇനി ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നാം കൊച്ചനുജൻ്റെ ബാലപാഠങ്ങൾ ഉരുവിടുന്ന സമയത്താണ് നിൽക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കവിതയുടെ ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഒരു CD യുടെ പരിധിയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ക്ഷമിക്കുക.